ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോക്സിഫൈ മീഡിയ. അപ്പോൾ ഇന്ന് കണ്ട പടം സർവം മായ. എൻ്റെ റിവ്യൂ കുറച്ച് ഡിലേ ആയി എനിക്കറിയാം. പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായി. പക്ഷേ തിരക്കുകൾ കാരണം കാണാൻ പറ്റിയില്ല. ഇന്നാണ് ഞാൻ കാണുന്നത്. നല്ല പടമാണ്. ഫാമിലിക്ക് കാണാൻ പറ്റിയ, കുട്ടികൾക്കായാലും ഏത് പ്രായക്കാർക്കും പോയി ഫണ്ണായിട്ട് പോയിരുന്ന് കണ്ട് അടിച്ചു പൊളിച്ച ആ ഒരു മൂഡിൽ ഒട്ടും ടൈം വേസ്റ്റിംഗ് ആണെന്ന് തോന്നാത്ത നല്ല സിനിമ. ഞാൻ ഇതിന്റെ റേറ്റിംഗ് ഇപ്പൊ തന്നെ പറയാം. 10ൽ ഞാൻ 8 മാർക്ക് കൊടുക്കാൻ റെഡിയാണ്. ഇതിന്റെ ഡയറക്ടർ അഖിൽ സത്യൻ, പുള്ളി തന്നെയാണ് ഇതിന്റെ എഴുത്തുകാരനും റൈറ്ററും ഡയറക്ടറും ഒരാളായതിന്റെ പവർ ആ പടത്തിനുണ്ട്. പാട്ടുകളും കുഴപ്പമില്ല, നല്ല പാട്ടുകളാണ്. ചിന്മയി പാടിയ പാട്ട് ഇന്ന് ഇപ്പൊ റിലീസായിട്ടുണ്ട്. ഒരു പാട്ട് ചിന്മയി പാടിയതാണോ അറിയില്ല. ചിന്മയി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ വേറൊരു പാട്ട് ഇന്ന് റിലീസായിട്ടുണ്ട്. ഒരു വീഡിയോ സോങ് ഇന്ന് റിലീസായിട്ടുണ്ട്. പിന്നെ അതിലെ നായിക റിയ ഷിബു നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അജു വർഗീസ്, ജനാർദ്ദനൻ എനിക്ക് തോന്നുന്നു ജനാർദ്ദനെ കുറച്ച് കുറെ കാലങ്ങളായിട്ട് പുള്ളി എന്തോ അവശ നിലയിലായിരുന്നല്ലോ എന്ന് തോന്നുന്നു കേട്ടോ, അറിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ പുള്ളിക്ക് ഒരു കുഴപ്പം വരാതിരിക്കട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. പുള്ളി ഉണ്ട് സിനിമയിൽ നിറഞ്ഞ് ഫുൾ, ആദ്യം മുതൽ അവസാനം വരെ ജനാർദ്ദനൻ ഉണ്ട്. പിന്നെ അജു വർഗീസിൻ്റെതായിട്ടുള്ള കുറച്ച് ചെറിയ ഫണ്ണ് കാര്യങ്ങൾ, പിന്നെ ഡൈസറിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഈ സിനിമയിലുണ്ട് ഒരു ഗിറ്റാറിസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്പൂതിരിയുടെ കഥ. ഗിറ്റാറിസ്റ്റ് ആയിട്ടുള്ള നമ്പൂതിരി എന്ന് പറഞ്ഞാൽ ഏത്തിസ്റ്റ് ആയിട്ടുള്ള, അതായത് ദൈവത്തിനെതിരെ ദൈവവിശ്വാസം അല്ലാത്ത ഒരു നമ്പൂതിരി. ആ നമ്പൂതിരിയുടെ ഇടയിലേക്ക് ലൈഫിലേക്ക് സംഭവിക്കുന്ന ചെറിയ ട്വിസ്റ്റ്, ചെറിയ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ കഥകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറെ റിവ്യൂവേഴ്സ്, കുറെ സ്പോയിലേഴ്സ് ഒക്കെ ഇട്ടുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ ഞാൻ കൂടുതൽ സ്പോയിലർ ആക്കണില്ല. അപ്പൊ എല്ലാവർക്കും ന്യൂ ഇയറിന്റെ എല്ലാവിധ പുതുവത്സരാശംസകൾ. 2025 മികച്ചൊരു വർഷം ആശംസിക്കുന്നു എല്ലാവർക്കും. പിന്നെ എൻ്റെ ഞാൻ ബബ്ബ റിവ്യൂ ആണ് ലാസ്റ്റ് ഇട്ടത്. ബബ്ബയ്ക്ക് ശേഷം ഞാൻ പടങ്ങൾ കണ്ടായിരുന്നു, 2 പടം കണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ആ അവതാറിന്റെ ഒന്നും ഞാൻ റിവ്യൂ ഇടാഞ്ഞതാണ്. റിവ്യൂ അല്ല, എൻ്റെ ഒപ്പീനിയൻ. റിവ്യൂ എന്ന് പറയണത് തന്നെ തെറ്റാണ്. റിവ്യൂ ഇടാൻ മാത്രമുള്ള അറിവുള്ള ആളല്ല ഞാൻ. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞാണ്. പക്ഷെ അവതാറിനെ ഞാൻ ഇട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊതുവെ ഇനിയിപ്പോ നിരൂപകരെങ്ങനെയാണ് ഇതിനെ അനലൈസ് ചെയ്യണേ, എന്താ പറയാ, ഇവാലുവേറ്റ് ചെയ്യണേന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. ബുദ്ധിയുള്ള ആൾക്കാർ ഇതിനെ ഇവാലുവേറ്റ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്തൊക്കെ പറയട്ടെ. എനിക്ക് അവതാർ ഇഷ്ടപ്പെട്ടു. 3D കണ്ണടയും വെച്ചിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസും. അതായത് ഇപ്പൊ ഇറങ്ങിയതിൽ ഏറ്റവും ലേറ്റസ്റ്റ്, അയ്യോ അത് ഞാനിപ്പോ ഇതിൽ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയണ്. അത് ഞാൻ റിവ്യൂ ഇട്ടില്ല, അല്ല മൂവി ഇട്ടില്ല, ഒപ്പീനിയൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അവതാർ എന്നുള്ള സിനിമ ഇപ്പൊ ഇറങ്ങിയതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സിനിമയാണ്. അത് പോയി കണ്ടിട്ട് അതിനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്കിലും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. കഥ കുറച്ച് ഇമോഷണലായിട്ട് പോകണോണ്ടാണ് എല്ലാവർക്കും ഇങ്ങനെ നെഗറ്റീവ് അടിച്ചത്. എനിക്ക് എന്തായാലും ഒട്ടും നെഗറ്റീവ് ഉണ്ടായില്ല. ഫുൾ ഞാൻ ഹാപ്പി ആയിട്ടാണ് അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ബബ്ബയുടെ റിവ്യൂവിന്, ബബ്ബയുടെ ഒപ്പീനിയൻ ഞാൻ പറയുമ്പോൾ ഈ എൻ്റെ കുറച്ച് ഇമോഷൻസ് വന്നായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ വായന അങ്ങനെ കുറച്ച് മോശം തെറികളായിട്ട് വന്നത്. തെറികൾ എന്ന് പറയാനായിട്ട് ഈ പറഞ്ഞ പോലെ മലയാളം നിഘണ്ടുവിലില്ലെന്നേ ഉള്ളൂ. നമ്മളിവിടെ ഇപ്പൊ ജെൻസിപ് കിഡ്സിനും ഇപ്പോഴത്തെ സിനിമകളിലും ഒക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് തെറികളാണ് ഞാൻ പറഞ്ഞത്. എന്നിരുന്നാലും ഞാൻ ന്യായീകരിക്കണില്ല. അതെന്റെ ഇമോഷൻ ആയിരുന്നു. ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് കുറച്ച് കിട്ടി, അതിൻ്റെതായിട്ടുള്ള പ്രശ്നമായിരുന്നു. നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് പോയിട്ട് നമുക്ക് അതിലൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് നിരാശയും ദേഷ്യം വരൂലേ, ആ ഒരു സംഭവമാണ് അത് വന്നത്. അപ്പൊ അതിനെ എന്നോട് എല്ലാവരും ക്ഷമിക്കണം. അങ്ങനെ ആർക്കെങ്കിലും വ്യക്തിപരമായിട്ടോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ഫീലിങ്സ് ആയിട്ടുണ്ടെങ്കിൽ സോറി. എന്നിരുന്നാലും സർവം മായ, അജു വർഗീസ്, നിവിൻ പോളി കൂട്ടുകെട്ടിന്റെ വിനീത് ശ്രീനിവാസന്റെ പാട്ടുണ്ട്. അപ്പൊ വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, നിവിൻ പോളി, ജനാർദ്ദനൻ, പിന്നെ നായികമാര്, പുതിയ നായികമാരാണെന്ന് തോന്നുന്നു. ഞാനിവരെ കണ്ടിട്ടില്ല വേറെ സിനിമയിലൊന്നും. അപ്പോ പടം സൂപ്പർ പടം. ഔട്ട് ഓഫ് 10 ഞാൻ 8 മാർക്ക് കൊടുക്കാൻ റെഡിയാണ്. പിന്നെ രസമാണ് പടം. അതായത് തിയേറ്ററിൽ നമ്മൾ കയറി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും
നമ്മളുടെ ഈ കഥ നേരെ പ്ലോട്ട് മാറി ഒരു നാട്ടിൻ പുറത്തേക്ക് വരും. ആ നാട്ടിൻ പുറത്തേക്ക് ട്രാൻസിഷൻ ആവണതും ആ നാട്ടിൻ പുറത്ത് ജുവറീസ് എത്തിയിട്ട് പിന്നീട് അതായത് ഇതിനകത്ത് കുറെ സാധനങ്ങളുണ്ട്. ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു വൈബ്രന്റ് ആയിട്ടുള്ള നല്ല രസമുള്ള നല്ല അടിപൊളി പടം. അങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ പടം, അങ്ങനെ ഇതിനെ പറയാൻ പറ്റുള്ളൂ കേട്ടാ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് വൈസ് സൂപ്പറാണ്. അതിൻ്റെ മ്യൂസിക് അതൊക്കെ കുഴപ്പമില്ല, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അജു വർഗീസിൻ്റെതായ കുറച്ച് ചെറിയ ഫണ്ണുകളുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണാം. അജു വർഗീസിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു നിവിൻ പോളിയാണ് എന്നെ അത് സ്കോർ ചെയ്തേക്കുന്നത്. അജു വർഗീസ് സ്കോർ ചെയ്തില്ല എന്നല്ല, നിവിൻ പോളി പൊളിച്ചു. സോ ഞാൻ നിവിൻ പോളി ഫാനൊന്നല്ല, പക്ഷെ നിവിൻ പോളി ഈ കുറച്ച് കാലങ്ങളായാലും ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് പോലെ ആയില്ലേ നിവിൻ പോളി വന്നിട്ട്. അപ്പൊ നിവിൻ പോളിയുടെ ഒരു കംബാക്ക് ആയിട്ട് നമുക്ക് ഇത് ഈ പടത്തിനെ കണക്കാക്കാം. നിവിൻ പോളി വന്നൊരു കംബാക്ക് ആയിട്ട് സർവം മായ എന്നുള്ളതിനെ നമുക്ക് കണക്കാക്കാം വേണമെങ്കിൽ. അപ്പൊ ഔട്ട് ഓഫ് 10 ഞാൻ 8 മാർക്ക് കൊടുക്കും. അതെന്നാലും ഞാൻ പറഞ്ഞത് നിർത്തുകയാണ്. പിന്നെ പറ്റിയെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഇൻട്രാക്ട് ആവുമല്ലോ ഞാനായിട്ട്. എന്നിരുന്നാലും ഒരു വർഷം ഒരിക്കൽ കൂടി ഈ ഒരു 2025 കഴിയാണ്. 2026 എല്ലാവിധ ആശംസകളും പുതുവത്സരാശംസകളും എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി.